എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലെ എല്ലാവർക്കും സ്നേഹവന്ദനം. ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ കണ്ടു നിൽക്കുന്നവർക്കും അതുപോലെ ചെയ്യുവാനുള്ള താല്പര്യമുണ്ടാകും. മറ്റുള്ളവരിലും ഉത്സാഹം ഉളവാക്കുന്ന പ്രവൃത്തി വിശ്വാസികളായ ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ ഗുണങ്ങളിൽ ഒന്നാണ്. ഉത്സാഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ. 1. കർത്താവിനെ സ്നേഹിക്കുന്നതിൽ ഉത്സാഹം ഉള്ളവർ ആയിരിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 12:11 പറയുന്നു, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. 2. വിശ്വാസികൾ സൽപ്രവൃത്തികളിൽ ഉത്സാഹമുള്ളവർ ആയിരിക്കണം. ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടുന്നതിന് നീ ഇത് ഉറപ്പിച്ചു പറയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരപ്രദവും ആകുന്നു എന്ന് തീത്തോസിന് എഴുതിയ ലേഖനം 3:8 പറയുന്നു. 3. സ്നേഹിക്കുന്നതിൽ ഉത്സാഹം കാണിക്കണം. സ്നേഹം പല വിധത്തിലുണ്ട്. ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹം, മനുഷ്യന് ദൈവത്തോടുള്ള സ്നേഹം, മനുഷ്യനും തമ്മിലുള്ള സ്നേഹം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹം, സഹോദരങ്ങളും തമ്മിലുള്ള സ്നേഹം, സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹം. എല്ലാത്തിനും വ്യത്യാസങ്ങളുണ്ട്. പലതും കാര്യം കാണുന്നതിനുള്ള സ്നേഹമാണ്. എന്നാൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ സ്നേഹത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ ആഴമായി പ്രതിപാദിക്കുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ തന്നെ 13-ാം അധ്യായത്തിലുള്ള സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കി അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നാണ്. 4. കൊടുക്കുന്നതിൽ ഉത്സാഹം ഉള്ളവരായിരിക്കണം. സങ്കീർത്തനം 112:9 പറയുന്നു, അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. 41-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും എന്ന് പറയുന്നു. 5. ഉത്സാഹിപ്പിക്കുന്നതിൽ ഉത്സാഹം കാണിക്കണം. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 5:16. ഇപ്രകാരം ദൈവഹിതത്തിനനുസരിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഉത്സാഹത്തോടുകൂടി നാം ചെയ്യുമ്പോൾ മറ്റുള്ളവർ അത് കണ്ട് അവരും നല്ല പ്രവർത്തനങ്ങൾ ദൈവസന്നിധിയിൽ കാഴ്ചവെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.